നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ. എല്ലാ ടീമുകളും 13 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. 2 ടീമുകൾ മാത്രമാണ് 14 റൗണ്ടുകൾ കളിച്ചത്. അവരുടെ 2 ടീമിൻ്റെയും ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങൾ കഴിഞ്ഞു. അത് DCയും RRുമാണ്. ഇനി അവസാന റൗണ്ടിൽ മാത്രമാണ് ടോപ്പ് 4 അരയ്ക്കാൻ തീരുമാനമായി. അതിൽ ഏതൊക്കെ പൊസിഷനിൽ ആരൊക്കെ എന്നുള്ളത് തീരുമാനമാവുക. GT, PBKS, RCB, MI ഇതിൽ ആര് ടോപ്പ് 2വിൽ ഫിനിഷ് ചെയ്യും? ടോപ്പ് 2വിൽ ഫിനിഷ് ചെയ്തെങ്കിലാണ് ക്വാളിഫയർ കളിക്കാൻ പറ്റുക. അല്ലെങ്കിൽ എലിമിനേറ്റർ 1 കളിക്കേണ്ടി വരും. പിന്നെ എലിമിനേറ്റർ 2വിലേക്ക് പോകുന്ന ക്വാളിഫയർ 2വിലേക്ക് അതുവഴി, അതായത് മറ്റൊരു വഴിയിലൂടെ പോകേണ്ടി വരും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ GT 13 കളി 18 പോയിൻറ്റോടെ 1-ാം സ്ഥാനത്താണ്. എന്നാൽ PBKSനും RCBക്കും 17 വീതം പോയിൻറ്റുകളുണ്ട്. MIക്ക് 13 കളി 16 പോയിൻറ്റ്. ഏത് ടീമിനും 1-ാം സ്ഥാനം പിടിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് അതിനി ഇവിടെ വിശദീകരിക്കുന്നില്ല. നമ്മുടെ പവർ റാങ്കിങ് ആണ് ഈ വീഡിയോ. അപ്പോൾ 13 റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുമ്പോൾ 10 ടീമുകൾ എടുക്കേണ്ട കാര്യമില്ല, 4 ടീമുകൾ എടുത്താൽ മതി. കാരണം ബാക്കിയുള്ളവരൊക്കെ പുറത്തായവർക്ക് ഇനി നമ്മൾ റാങ്കും കൊടുത്തിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഏറ്റവും മോശം ടീം ഏതാണ്? CSK ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. RR അതിന് തൊട്ട് മുകളിലും നിൽക്കുന്നു. SRH പിന്നീടൊന്ന് മെച്ചപ്പെടുത്തി ഈ റീസ്റ്റാർട്ടിന് ശേഷം. അങ്ങനെയൊക്കെയാണ്. അതിപ്പോൾ ഇനി നമ്മളൊരു റാങ്കിങ് കൊടുക്കേണ്ട കാര്യമില്ല. പുറത്തായവരിൽ തൊട്ടരികിലെത്തി നിന്നത് DC ആണ്. അത് പറഞ്ഞേ പറ്റൂ. അവർ 5-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വന്നാൽ, പവർ റാങ്കിങ്ങിൽ 4-ാം സ്ഥാനം, കിരീടത്തിന് ഇപ്പോഴത്തെ സാധ്യതയിൽ 4-ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് PBKSനാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പവർ റാങ്കിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ പോയിൻ്റ് പട്ടിക നോക്കിയിട്ടല്ല, അത് വെച്ചിട്ടല്ല സാറിന് പവർ റാങ്കിങ് പറയാറുള്ളത്. ഓരോ ടീമിൻ്റെയും നിലവിലെ ഫോമും ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ PBKSനാണ് നമ്മൾ ഇതിൽ ഈ ഒരു 4-ാം സ്ഥാനം കൊടുക്കുന്നത്. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അവർ പരാജയപ്പെട്ടു. അത് ഒരു വലിയ പരാജയമാണ്. DCയോട് അവർ 6 വിക്കറ്റിനാണ് പരാജയപ്പെട്ടത് എന്ന കാര്യം കൂടി ഓർക്കണം. എന്തായാലും അവർക്ക് നമ്മളിപ്പം 4-ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കാര്യങ്ങളിൽ എന്ത് മാറ്റം എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ പ്ലേ ഓഫിലേക്കൊക്കെ എത്തുമ്പോൾ ചില താരങ്ങളുടെ അൺഅവൈലബിലിറ്റി പല ടീമുകളെയും ബാധിക്കുന്നുണ്ട്. അതെങ്ങനെ അവർ മാനേജ് ചെയ്യും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ GT ഒക്കെ ജോസ് ബട്ട്ലറെയൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. അത് നമ്മൾ കാണാതെ പോകുന്നില്ല. എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ PBKSനാണ് 4-ാം സ്ഥാനം കൊടുക്കുന്നത്. GTക്ക് 3-ാം സ്ഥാനം. പവർ റാങ്കിൽ 3-ാമത് GT ആണ്. അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ തന്നെ ആ ടോപ്പ് 3 ആണ്. അതായത് നമ്മുടെ സായി സുദർശനും ശുഭ്മൻ ഗില്ലും ഒപ്പം ജോസ് ബട്ട്ലറും ചേർന്ന ആ ടോപ്പ് 3. പ്ലേ ഓഫിൽ പക്ഷേ ജോസ് ബട്ട്ലർ ഉണ്ടാവില്ല. അദ്ദേഹം ഇംഗ്ലണ്ട് ടീമിനോടൊപ്പം വൈറ്റ് ബോൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകും. അതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ അവർക്ക് എന്തായാലും ഉണ്ട്. അത് എങ്ങനെ അവർ പരിഹരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പിന്നെ നമ്മുടെ പവർ റാങ്കിൽ 2-ാമത് RCB ആണ്. RCBയും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കളി പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലും ഇത്തവണ പതിവിന് വിപരീതമായിട്ട് അവർ വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കിങ് കോഹ്ലിയൊക്കെ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം മറ്റു താരങ്ങൾ കൂടി മികവിലേക്ക് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്നാൽ പോലും മികച്ചൊരു ടീം അവർക്കുണ്ട്. പ്രധാനമായിട്ടും അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ മിസ്സാവുന്നത് ജേക്കബ് ബെത്തലിനെ ആയിരിക്കും. പക്ഷേ ബെത്തലിന് അത്രയധികം അവസരങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൂടി നോക്കുമ്പോൾ പ്രശ്നമില്ല. പകരം ടീം സിഫേർട്ടിനെ എത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ RCBക്ക് ഇത്തവണ നല്ല സാധ്യത കാണുന്നു. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 2-ാം സ്ഥാനത്താണ് RCB ഉള്ളത്. 1-ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആണ്. MIക്ക് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ MIയെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി ഒരു കളി ബാക്കിയുള്ളത് നാളെയാണ്. നാളെ PBKSനെതിരെയാണ്. അതവർ വിജയിച്ചുകൊണ്ട് 18 പോയിൻറ്റിലേക്ക് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്തും സംഭവിക്കാം. എന്തുകൊണ്ട് MI എന്ന ചോദ്യമുണ്ടല്ലോ, അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. MIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ടീം ഏറ്റവും മികച്ച രൂപത്തിൽ താരങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരാളെ മാത്രം ആശ്രയിച്ചിട്ടല്ല. ചില കളികളിൽ രോഹിത് ശർമ്മ ഫോമായിട്ടുണ്ട്, ചില കളികളിൽ റിക്കിൾട്ടൻ്റെ ഫോം അവരെ സഹായിച്ചിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് ഏതാണ്ട് എല്ലാ കളികളിലും മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ബൗളിങ്ങിലാണെങ്കിൽ ജസ്പ്രീത് ബുംറയും ട്രെൻറ്റ് ബോൾട്ടും എല്ലാവരും മികച്ച ഫോമിൽ കളിക്കുമ്പോൾ അവരുടെ ടീമിൽ ഒരു മാച്ച് വിന്നറല്ല. ഒരാൾ കളിച്ച് അല്ലെങ്കിൽ രണ്ടാൾ കളിച്ചാൽ വിജയിക്കുന്നു എന്നുള്ളതല്ല. ഓൾമോസ്റ്റ് എല്ലാവരും മാച്ച് വിന്നർ എന്നുള്ള റോളിൽ കളിക്കാൻ കെൽപ്പുള്ളവരാണ്. അതാണ് അവരുടെ ടീമിനെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പോയിൻ്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്താണെങ്കിലും ഏറ്റവും കൂടുതൽ കിരീട സാധ്യത നിലവിൽ നമ്മുടെ പവർ റാങ്കിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത് മുംബൈ ഇന്ത്യൻസിനാണ്. നിങ്ങൾക്ക് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. എത്രയും വേഗത്തിൽ, വളരെ വേഗത്തിൽ ഒരിക്കൽ കൂടി പവർ റാങ്കിങ് പറയുകയാണ്. 1 മുംബൈ ഇന്ത്യൻസ്, 2 RCB, 3 GT, 4 PPKS. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.